പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങളും തടസ്സങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണങ്ങൾ തപ്പി നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും പോകാറുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? പല വ്യക്തികളോട് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പുതിയ നിയമം നൽകുന്ന ഉൾക്കാഴ്ച, അത് എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു കോൺഫിഡൻസ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പുതിയ നിയമം നമുക്ക് നൽകുന്ന വെളിച്ചം. അത് 3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ചലഞ്ചസ് ഉണ്ടെങ്കിൽ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ, ചില വെല്ലുവിളികളും പ്രതിസന്ധികളും, ഞാനിത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ചില താമസങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ മറന്നുപോയത് കൊണ്ടല്ല, ദൈവം നിങ്ങളെ കൂടുതൽ 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 സ്നേഹിക്കുന്നതുകൊണ്ടാണ്. വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉത്തരം അതാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ ലാസർ രോഗിയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടും കർത്താവ്, ഈശോ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ 2 ദിവസം കൂടി കർത്താവ് താമസിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 5-6 വാക്യം. യേശു മാർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. ഹല്ലേലൂയ. അപ്പോൾ 2 ദിവസം കൂടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ദിവസത്തിനിടയിലാണ് ലാസർ മരിക്കുന്നതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡിലേയ്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിനക്കായി കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ചില അവസ്ഥകൾ ജീവിതത്തിലെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇതിൻ്റെ കാരണം എന്താണ്? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചില നീക്കുപോക്കുകൾ പെട്ടെന്ന് നടക്കാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അസ്വസ്ഥരായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഇങ്ങനെ കാരണങ്ങൾ തപ്പിപ്പോകുന്നതിന് മുൻപ് അപ്പസ്തോലന്മാർ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പസ്തോലന്മാർ എന്താണ് പറയുന്നത്? യേശു തന്നെ ഒരിക്കൽ ഒരു അന്ധനായ വ്യക്തിയുടെ അരികിൽ കർത്താവും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഒരു അന്ധനെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ അന്ധനായി ജനിക്കുവാനുള്ള കാരണം ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപമല്ല, ഇവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ സാഹചര്യം. അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ മാത്രമല്ല, നിന്റെ ആത്മാവിൻ്റെ രക്ഷ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയുള്ള വിടുതലുകൾ അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി. അപ്പം ഇന്ന് ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ നാളുകളിൽ നീ നോക്കേണ്ടത് വേറെ അങ്ങോട്ടുമല്ല, കാൽവരി മലമുകളിലേക്ക് നോക്കുക. അവിടെയാണ് നിന്റെ വീണ്ടെടുപ്പ് നടന്നത്, അവിടെയാണ് നിന്റെ നീതീകരണം നടന്നത്, അവിടെയാണ് നിന്റെ വിശുദ്ധീകരണം സംഭവിച്ചത്, അവിടെയാണ് യേശു നിനക്ക് വേണ്ടി പകരമായി ബലിയായി തീർന്ന് നിനക്ക് നിത്യരക്ഷയും പാപമോചനവും നീതീകരണവും സൗജന്യമായി നൽകിയിരിക്കുന്നത്. അതിനെ മുറുകെ പിടിക്കുക. സൗജന്യമായി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന വിശ്വാസത്തെ നീ അധരം തുറന്ന് പ്രഖ്യാപിക്കുക. റോമ 10:9. യേശു കർത്താവാണ്, നീ അധരം കൊണ്ട് നീ ഏറ്റുപറയണം. യേശു എന്താണ് നിനക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുവിലയുടെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക ഒന്നാമതായി. രണ്ടാമതായി, കർത്താവിൻ്റെ പ്രവർത്തികൾക്കായി നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നടക്കും എന്ന് വിശ്വസിക്കുക. ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്തു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തി നിന്നിൽ സംഭവിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും വിശ്വസിക്കുന്ന നിമിഷം ദൈവപ്രവർത്തി നിന്നിൽ ആ സെക്കൻഡ് നടക്കും. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന സമയത്ത് ഈശോ കരങ്ങൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വ്യക്തികളോട് ഈശോ ചോദിക്കുന്നുണ്ട്, അല്ലേ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കത് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന്? വിശ്വസിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കും. ഇന്ന് വിശ്വസിക്കുക. നിന്റെ കഴിഞ്ഞ കാലത്തെ സകല പാപങ്ങളെയും യേശു ക്രൂശിൽ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. നീ വിശ്വസിക്കുക. നിന്റെ എൻ്റയർ ലൈഫ്, നിന്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും ഈശോ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞതാണ്. വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആ സൗജന്യമായി ഈശോ നൽകുന്ന നീതീകരണവും ആ നീതീകരണത്തിലൂടെ ലഭിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകവും നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകുന്നത്. ഹല്ലേലൂയ. ഈശോ ആരാധന. അപ്പം മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെയുണ്ട്. ഞാൻ ഇന്നലെ എടുത്ത ടോപ്പിക്കിൽ, ഇന്നലത്തെ ലൈവിൽ പങ്കെടുത്തവർക്കറിയാം, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ എന്തായിരുന്നു? 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. അപ്പം മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അതായത് സഹനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുകയാണ്. ആ സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ച് പോകരുത്. ഇത് ശാപമാണോ, ബന്ധനമാണോ, ഇത് ആരെങ്കിലും ചെയ്തു വെച്ചതാണോ എന്ന് ചോദിച്ചു പോകരുത്. ആ സമയത്ത് നിങ്ങൾ ആഹ്ലാദിക്കണം. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് അസ്വസ്ഥരാകണം. ആ സമയത്ത് ആഹ്ലാദിക്കണം. ഇത് ഇച്ചിരി ഇമ്പോസിബിൾ ആണ്. നമ്മൾ ഓർക്കും ദൈവമേ എങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റും? പ്രതിസന്ധികൾക്കും വെല്ലുവിളിക്കും പ്രയാസങ്ങൾക്കും നടുവിൽ എങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റും? അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഈശോയുടെ കുരിശുബലി, പരിശുദ്ധ കുർബാന, വാട്ട് ഹി ഡിഡ് ഓൺ ദ ക്രോസ്, അതിലേക്ക് അടിസ്ഥാനപ്പെടുത്തുമ്പോൾ കർത്താവ് കടന്നുപോയ ആ സഹനത്തിൻ്റെ ഉള്ളിൽ, ആ സഹനത്തിലേക്ക് നമ്മുടെ സഹനത്തെ ചേർത്ത് വെച്ച് ഈശോയുടെ പീഡകളിൽ നമ്മൾ പങ്കുകാരാകുകയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ആഹ്ലാദിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ പീഡകളിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപയുടെ അഭിഷേകം അങ്ങ് വ്യാപരിക്കും. ആ അഭിഷേക ശക്തി എല്ലാ തിന്മകളുടെ ശക്തികളെയും തകർത്ത് കളയും. നിന്നെ ബന്ധിച്ചിടുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്നെ വരിഞ്ഞു മുറുക്കുന്ന സകല തിന്മകളുടെ ശക്തികളെയും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി തകർത്ത് തരിപ്പണമാക്കും. ഹല്ലേലൂയ. ഇപ്പം ജൂലൈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച, ജൂലൈ മാസം യേശുവിൻ്റെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണ്. ഇന്ന് ഈ അവസാന ഞായറാഴ്ച, ഈ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ ഒരു മാസത്തെ അവസാനത്തെ ഞായറാഴ്ച, ഈ 3 സത്യം തിരിച്ചറിയുക. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കുന്നില്ലേ? വൈകുക, ഡിലേ ആണ്. കുറേ നാളുകളായി പ്രാർത്ഥിക്കുന്നു, താമസമാണ്. ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് നീ. വചനത്തിൽ വ്യക്തമായി കാണുന്നു, ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഈശോ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ 2 ദിവസം കൂടെ തങ്ങി, അവിടെ വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ താമസിച്ചു. ഈശോ ഇമ്മീഡിയറ്റ്ലി ലാസറിന്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. അതിന് തൊട്ട് മുമ്പത്തെ വചനം, യേശു മാർത്തയെയും മറിയത്തെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. യേശു മാർത്തയെയും മറിയത്തെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അപ്പം നിങ്ങളുടെ പേര് ചേർത്ത് നിങ്ങൾ പറയണം, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. നമ്മളോട് തന്നെ പറയണം. ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നമ്മുടെ ഇന്നത്തെ സാഹചര്യം നോക്കി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ അധരം തുറന്ന് പറയണം, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. അതാണ് സത്യം. നമ്മൾ മറന്നുപോകും ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളും പീഡനങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ മറന്നുപോയി നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് അതിനേക്കാൾ വലുതായിട്ട് തോന്നും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഇന്നത്തെ ഈ സഹനത്തെക്കാളും വലുതാണ് യേശുവിന് എന്നോടുള്ള സ്നേഹമെന്ന് നമ്മൾ അധരം തുറന്ന് പ്രഖ്യാപിക്കണം. രണ്ടാമതായിട്ട് ഈശോയുടെ വാക്കുകളാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞെന്താ? ഈ അവസ്ഥ, ഈ അന്ധനുണ്ടായ ഈ അവസ്ഥ ഇവന്റെ പാപമോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപമോ അല്ല, ഇവനിൽ ദൈവ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഈ സാഹചര്യം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, അത്ഭുതം ആരാ ചെയ്യുന്നത്? ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപയെ സ്വീകരിച്ച് ആത്മാവിൽ വിശ്രമിക്കുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആത്മാവിൽ വിശ്രമിക്കുക. എൻ്റെ സഹോദരൻ, എങ്ങനെ ആത്മാവിൽ വിശ്രമിക്കുന്നത്? ഇപ്പം എല്ലാ വീട്ടിലുള്ളവർ ബഹളം വെക്കുന്നു, നാട്ടുകാർ ചോദ്യം ചോദിക്കുന്നു, അവരിവരും പല കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതിന് നടുവിൽ എങ്ങനെ വിശ്രമിക്കാൻ പറ്റും? എങ്ങനെ സ്വസ്ഥമായിരിക്കാൻ പറ്റും എന്നുള്ളതാണ് പത്രോസ്ലീഹയും പൗലോസ്ലീഹയും ഈ അപ്പസ്തലന്മാരെല്ലാം കാണിച്ചു തരുന്നത്. ഇവർ ഈ ലേഖനം എഴുതുന്ന സമയത്ത് മുഴുവൻ ഇവരുടെ ചുറ്റും പല ആൾക്കാർ ഇവർക്കെതിരെ നിൽക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊരൊറ്റ കാരണത്തിൽ.
പക്ഷേ അതിൻ്റെ നടുവിൽ ഇവരനുഭവിച്ചറിഞ്ഞ വലിയൊരു സമാധാനമുണ്ട്, സമാശ്വാസമുണ്ട്. ആ സമാശ്വാസത്തിൽ നിന്നാണ് ഇവർ ഈ ലേഖനങ്ങളെല്ലാം എഴുതുകയും കർത്താവിൻ്റെ വചനം അനേകായിരങ്ങളിലേക്ക് പങ്കുവെക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമം നൽകുന്ന ഏറ്റവും വലിയ വെളിച്ചം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ക്രിസ്തുവിനോട് ബാപ്റ്റിസത്തിലൂടെ ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും വരുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പുതിയ നിയമം നൽകുന്ന വെളിച്ചം. ഒന്ന്, നീ ദൈവത്താൽ അമിതമായി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. താമസം വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ദൈവം നിന്നെ മറന്നതല്ല. രണ്ടാമതായിട്ട്, നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തികൾ നടക്കുന്നു. മൂന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ നീ പങ്കുചേരുകയാണ്. ഇപ്പോഴുള്ള സഹനം അതും എങ്ങോട്ടാണ് നിന്നെ എത്തിക്കുന്നത്? ദൈവ പ്രവർത്തികളിലേക്ക്. അതാണ് 1 പത്രോസ് 4:13 വാക്യം. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അപ്പൊ കർത്താവിന്റെ മഹത്വം, ആ ഡെലിവറൻസ് പവർ വെളിപ്പെടും. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ക്രിസ്തുവിന്റെ പീഡകളിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുകയാണ് എന്നതിൽ ആഹ്ലാദിക്കും. ഇപ്പോൾ ഒരുപാട് സഹനമുണ്ടോ? ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ ഒരുപാട് പങ്കാളിയാകുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ വെളിച്ചം. യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ ഒരു വെളിച്ചമാണ് ക്രിസ്ത്യ വിശ്വാസത്തിലൂടെ ലോകത്തെ തന്നെ അഡ്വാൻസ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അല്ലാത്ത പക്ഷം പണ്ടൊക്കെ ഒരു കുഞ്ഞ്, വയ്യാത്തൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോഴൊക്കെ ലോകം പല ആംഗിളിലൂടെ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പല വ്യൂ പോയിന്റുകളിലൂടെ ആൾക്കാർ അത് പല കാര്യങ്ങൾ അവരെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമായിരുന്നു. ഈ ഡിസ്ക്രിമിനേഷനിൽ നിന്നെല്ലാം ഭൂമിയെ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചമാണ് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ദിസ് മെസ്സേജ് ഈസ് ഫോർ യു, ഇറ്റ് ഈസ് അപ്ലൈയിങ് ഫോർ യു. നിങ്ങൾ കടന്നു പോകുന്ന സഹനം, ചിലപ്പോൾ ഒരു പേരൻ്റ് ഡിസേബിൾഡ് ആയ ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ട്. ആ സഹനം എന്നുള്ളത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരുവാണ്. അതിൽ ആഹ്ലാദിക്കുമ്പോൾ നിങ്ങൾക്കായി ദൈവം ഒരുക്കിയ ഒരു സ്പെഷ്യൽ ഗ്രേസ് ഉണ്ട്, ഒരു സ്പെഷ്യൽ അനോയിറ്റിംഗ് ഉണ്ട്. ആ അനോയിറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയേക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിലയിടാൻ ആർക്കും പറ്റത്തില്ല. അത് ദൈവം നിങ്ങളെ ഒരു ചാമ്പ്യനായിട്ട്, ഒരു സൂപ്പർ സ്റ്റാറായിട്ടാണ് ദൈവം നിങ്ങളെ കാണുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ നിങ്ങൾക്ക് ഇടുന്ന വിലയല്ല, അല്ലെങ്കിൽ ലോകം നിങ്ങൾക്ക് ഇടുന്ന വിലയല്ല ദൈവം നിങ്ങൾക്ക് ഇടുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം, യു ആർ വാല്യുബിൾ ഫോർ ഹിം. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനമാണ്. 1 പത്രോസ് 2:9 രാജകീയ പുരോഹിത ഗണമാണ്. ഈ ബോധ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ സഹനത്തിന് നടുവിലും കർത്താവിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുക. നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ പാടുക, വചനം പ്രഘോഷിക്കുക, പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക, ഈശോയുടെ സ്നേഹത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. അപ്പോൾ സഹനമുണ്ടെങ്കിൽ അത് ശാപമാണ്, ബന്ധനമാണെന്ന് പറഞ്ഞ് അയ്യോ എനിക്കെന്തോ പ്രശ്നമാണ്, എൻ്റെ വീടിനെന്തോ പ്രശ്നം, ആ ആംഗിളിൽ പോകുന്നതല്ല ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ. ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ക്രിസ്തുവിൻ്റെ പീഡകൾ നീ പങ്കുചേരുക. ക്രിസ്തു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ വെളിച്ചം. ഇതാണ്. വേറെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ടീച്ചിങ്സ് വരുന്നുണ്ടെങ്കിൽ അത് ന്യൂ ടെസ്റ്റ്മെന്റ്, യേശുക്രിസ്തു, ക്രിസ്ത്യൻ ഫെയ്ത്തിനകത്ത് ഉള്ള വ്യൂ പോയിന്റ് ഇതാണ്. ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനം, പുതിയ നിയമമാണ്. ആ പുതിയ നിയമത്തിൽ കർത്താവിന്റെ അഭിഷിക്തൻ, അപ്പസ്തോലന്മാർ നമുക്ക് പകർന്നു തരുന്ന വെളിച്ചം ഇതാണ്. ഈശോയോട് തന്നെ നേരിട്ട് ചോദിക്കുവാണ്, ഇവൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാരണം ഇവന്റെ പാപമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപമാണോ? അപ്പോൾ ആ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ചിന്താഗതികളുണ്ട്. യേശു ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കുവാണ്, ഇവന്റെ പാപമോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപമോ അല്ല, ഇവനിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. കാരണം ഒന്ന് ചിന്തിച്ചാൽ മതി, എന്ത് റീസണും ആകട്ടെ, നമുക്ക് ഒരു വ്യക്തി ഇപ്പം അതിൻ്റെ നമ്മൾ ലോജിക്കൽ റീസൺ തപ്പിപ്പോയി കഴിഞ്ഞാലും അതൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ബിലീഫ് സിസ്റ്റം ലോകത്തുണ്ട്. അപ്പോൾ പല കാരണങ്ങളും ആൾക്കാർ പറയും, ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അസ്ട്രോളജിക്കൽ റീസൺ ഉണ്ട്. ഇപ്പം ജന്മങ്ങളുടെ റീസൺ, കാർമിക് റീസൺ ആണെന്നൊക്കെ ആൾക്കാർ പറയും. എന്തുവാണ്, ബട്ട് ഡസ് ദാറ്റ് ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ? ആ അന്ധനായ വ്യക്തി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ?
ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് ഒരു മുൻപോട്ട് പോകാൻ അവന് സാധിക്കണമെങ്കിൽ അവൻ ആദ്യം മനസ്സിലാകേണ്ട ഒരു കാര്യം, ഗോഡ് അക്സെപ്റ്റ്സ് യു. ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് ക്രിസ്ത്യ വിശ്വാസം ന്യൂ ടെസ്റ്റ്മെന്റ് നൽകുന്ന, യേശുവിലൂടെ ഈ ലോകത്തിന് നൽകുന്ന ഒരു വെളിച്ചം. ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ആ ഹ്യൂമൻ ബീങ്ങിന് ഒരു അക്സെപ്റ്റൻസ് ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ ലോകവും മനുഷ്യരും പല റീസൺ പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നവരെ ദൈവം അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാകും, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകും, കുറവുകളുള്ള മനുഷ്യരാകും. മനുഷ്യന് പല അഭിപ്രായങ്ങൾ പറയും. ബട്ട് ഗോഡ് ഈസ് സെയിങ് ടു യു ത്രൂ ന്യൂ ടെസ്റ്റ്മെന്റ്. ഇതാണ് ഗോസ്പൽ, സുവിശേഷം, സന്തോഷത്തിന്റെ വർത്തമാനം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. ഈ ഭൂമിയിൽ ദൈവം നിന്നെ ഒരു മിഷന് വേണ്ടി അയച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെളിച്ചം കിട്ടിയപ്പോഴാണ് ഹെലൻ കെല്ലർ, അതുപോലെ തന്നെ നിക് വിജുവിക്, ഓസ്ട്രേലിയയിലുള്ള വ്യക്തി, അവരെല്ലാം അവരുടെ ലിമിറ്റേഷനിൽ നിന്ന് ക്രിസ്തുവിന്റെ പ്രകാശമായി തീർന്നു. ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്തവരല്ല. അവരെല്ലാം ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡായി. ക്രൈസ്റ്റിന്റെ സഫറിങ്സുമായിട്ട് അവരുടെ ലൈഫിലെ സ്ട്രഗിൾ കണക്റ്റഡായി. ഹല്ലേലൂയ. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, നിങ്ങൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ സഹനത്തെ ക്രൈസ്റ്റിന്റെ സഫറിങ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ. എന്നിട്ട് ക്രിസ്തുവിന്റെ സഹനത്തിൽ നിങ്ങൾ പങ്കുചേരുന്നു എന്നുള്ള ബോധ്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഈ സമയം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലും ആത്മാവിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും കൃപയും നിങ്ങളിൽ വന്ന് നിറയപ്പെടും. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയേ ക്രിസ്തുവിന്റെ സഹനങ്ങളിലാണ് ഞങ്ങൾ പങ്കുചേരുന്നു. അപ്പൊ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു. ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ചില വെല്ലുവിളികളും വിഷമങ്ങളും ഉണ്ടാകുന്നു. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള വാക്ശരങ്ങൾ ഇങ്ങനെ വരികയാണ്. അമ്പെയ്ത പോലെ നിങ്ങളെ വന്ന് ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് ചില വ്യക്തികളുടെ പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ. പ്രാർത്ഥിക്കുന്നവന് ഒറ്റപ്പെടുത്തി നിൽക്കുകയാണ്. ഒറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് ഓർത്തോ, ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ആ നിമിഷം നീ സമൃദ്ധമായി പങ്കുചേരുകയാണ്. പറഞ്ഞേ, ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു വേദന, ഈ ഒരു ഒറ്റപ്പെടൽ, ഹല്ലേലൂയ, പിതാവേ കഴിയുമെങ്കിലും ഈ പാനപാത്രം നീ എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നടക്കട്ടെ. ചില വ്യക്തികൾ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ യു ആർ പാർട്ടേക്കിംഗ് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ സമൃദ്ധമായി പങ്കുചേരുക. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് അല്ല. കുരിശിലെ മരണത്തിലുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. കർത്താവ് ഉദ്ധാനം ചെയ്തു. ഇന്ന് കടന്നു പോകുന്ന ഈ സഹനങ്ങൾക്കും വിശുദ്ധീകരണത്തിനും അപ്പുറം നിനക്കൊരു ഉദ്ധാനമുണ്ട്, വിടുതലുണ്ട്. ലോകത്തിനോ മനുഷ്യർക്കോ നൽകുവാൻ കഴിയാത്ത ഒരു വലിയ ഉയർച്ചയുമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ വ്യക്തികളുടെ ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കണം. അവരുടെ ഫാമിലിയുടെ ഒക്കെ ഹിസ്റ്ററികൾ. അവരെല്ലാം ഈ ഒരു പ്രോസസ്സിൽ ക്രൈസ്റ്റിൻ്റെ സഫറിങ്സിൽ, ലൈഫിലെ സഫറിങ്സിനെ കണക്ട് ചെയ്ത് ക്രിസ്തീയ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട ഭവനങ്ങൾ, സ്ഥലങ്ങൾ, റീജിയൻസ്, കുടുംബങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് എന്നാ പറയുന്നത്, ആ മക്കൾക്ക്, അവിടെയൊക്കെ ജനിച്ച് വളർന്നു വന്ന പിള്ളേർക്ക് ഈ ഒരു ഓപ്പൺനെസ്, ദൈവം ഒരു ക്രിയേറ്റിവിറ്റി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അസൂയപ്പെടും, അവരുടെ ബുദ്ധിയാണ്, അതാണ് ഇതാണ്. ബട്ട് യു ഡിഗ് ഇൻ ടു ദെയർ പാസ്റ്റ്, ഇൻ ദെയർ ലൈഫ്, എവ്രി സിംഗിൾ വൺ ഓഫ് ദം, 98% ഓഫ് ദം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് ലൈഫിൽ കടന്നുപോയ സഹനങ്ങളെ മുഴുവൻ കൃപകളാക്കി സ്വീകരിച്ച കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. വലിയൊരു അഭിഷേകം നിറയപ്പെടുന്നു. അപ്പോൾ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ് 1 പത്രോസ് 4 ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അവന്റെ മഹത്വം വെളിപ്പെടും. ദ ഗ്ലോറിയസ് പ്രസൻസ്. ഈ സഹനത്തിനപ്പുറം നിനക്കൊരു ഉദ്ധാനമുണ്ട്. അപ്പൊ പ്രാർത്ഥന നിർത്തരുത്. ഇത് എത്ര നാളെ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് മാറിപ്പോയേക്കരുത്. മുൻപോട്ട് പോവുക. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിരാശപ്പെടേണ്ട. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരും ഓർത്ത് അതോടെ തീർന്നു, ചാപ്റ്റർ ക്ലോസ്ഡ്. നോ, അത് എന്തല്ലായിരുന്നു. കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തതുപോലെ ഉത്ഥാനത്തിന്റെ അഭിഷേകം നിനക്കായി കാത്തിരിക്കുന്നുണ്ട്. നിന്റെ തലമുറകളിലേക്ക് ഇന്ന് നീ കടന്നു പോകുന്ന ഈ സഹനത്തിന്റെ നന്മകൾ, ആ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ ഇന്ന് നീ പങ്കുചേരും. ഞാൻ ഇനി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ ഇന്ന് നീ പങ്കുചേരുമ്പോൾ ഇതിന്റെ നന്മകൾ നിന്റെ അനേക തലമുറകളിലേക്ക് കടന്നു വരും.
അപ്പോൾ അത്രയും തലമുറകളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഒരുക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവത്താൽ വലിയതായി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയല്ലേ നീ. സോ നിന്റെ വ്യൂ മാറുക എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കർത്താവുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ അങ്ങ് ആഴപ്പെടാൻ തുടങ്ങും. ഞാനിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു മേഖല ഇതാണ്. അതായത് ചലഞ്ചസിലൂടെ പോകുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഭവം, അതിതീവ്രമായ എക്സ്പീരിയൻസ് ലഭിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ വിഷയങ്ങളെ നേരിടാനുള്ള ഒരു ഗ്രേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏത് സാഹചര്യമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് ആ ഗ്രേസാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ലേഖനം എഴുതാൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗ്രേസ് നമ്മളെ വലയം ചെയ്യുകയാണ്. ആ ഗ്രേസിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുകയാണ്. അപ്പം ഇന്ന് എല്ലാ ഭാരങ്ങളും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെക്കാം. ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തിരിച്ചറിയുക, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവ പ്രവർത്തികൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ നീ ഇന്ന് സമൃദ്ധമായി പങ്കുചേരുന്നുണ്ടെങ്കിൽ അത്യധികം ആഹ്ലാദിക്കുക. ദൈവമഹത്വം നിനക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് പുതിയ നിയമം നൽകുന്ന വെളിച്ചം. പുതിയ നിയമം നൽകുന്ന വെളിച്ചം. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ സമൃദ്ധമായി നീ പങ്കുചേരുന്നെങ്കിൽ അത്യധികം ആഹ്ലാദിച്ചോ. യു ആർ സ്പെഷ്യൽ. ഹല്ലേലൂയ. ലാസറിൻ്റെ ജീവിതം വലിയ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യമായി. അന്ധനായ വ്യക്തിയുടെ ജീവിതം വലിയ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യമായി. നിന്റെ ജീവിതവും വലിയ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യമാവും. ഇന്ന് അത്യധികം ആഹ്ലാദിക്കുക. അതെന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഈശോയെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി. ആ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ അവിടുന്ന് ഞങ്ങളെ നീതീകരിച്ചതിനായി നന്ദി. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ കടന്നു വരുന്ന കൃപകളെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്, ഞങ്ങൾ എത്രയോ ആഴത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ കൂടുതൽ വ്യക്തമാക്കി നൽകണം കർത്താവേ. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിന് നടുവിലും ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്തിനാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? അങ്ങനെ ഒരു കാര്യം പിന്നെ വായി വന്നല്ലേ. അവിടുന്ന് ഞാനിങ്ങനെ പറഞ്ഞു, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വചനമുണ്ട്, 1 തിമോത്തി 2:5 ആ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:5 ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നത്, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യനായിട്ട് ദൈവം തന്നെയാകുന്ന യേശു ക്രിസ്തു നിൽക്കുവാണ്. നമ്മൾ ഹെബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ദൈവം മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തു. ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണ് ജൂലൈ മാസം. അപ്പം ജൂലൈ മാസം നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മളെ പൊതിഞ്ഞു പിടിച്ച് ഈ ദിവസങ്ങളിൽ വിമോചനം നൽകുന്ന, നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി ഈശോ നൽകിയ വിശുദ്ധമായ ആ രക്തത്തിൻ്റെ ശക്തി, അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഡെലിവറൻസ് ആയത് വെളിപ്പെടട്ടെ. കണ്ണുകൾ അടച്ചത് ഇങ്ങനെ കണ്ടേ, ഈശോയുടെ കുരിശിൻ ചോട്ടിൽ നമ്മൾ നിൽക്കുന്നു. യേശുവിൻ്റെ ആ കാലുകളിലൂടെ ശിരസിൽ നിന്ന് പാദം വരെ ഒഴുകി ഇറങ്ങുന്ന ആ തിരുരക്തം നമ്മളിലേക്ക് വന്ന് വീഴുകയാണ്. കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ആ തിരുരക്തം കൊണ്ട് നമ്മളും കഴുകപ്പെടുകയാണ് നിമിഷം. റോമാലേഖനം 5 അതിൻ്റെ 10 നമ്മൾ കാണുന്നു. 9 ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ദർ ഇസ് സംതിങ് ദാറ്റ് പ്രൊട്ടക്ട്സ് അസ്. അത് ഈശോയുടെ രക്തമാണ്. ഈശോയുടെ രക്തം പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞു, രക്തം തളിക്കണം, ജനലിൻ്റെ മേലും കട്ടിളപ്പടിയുടെ മേലൊക്കെ തളിക്കാൻ പറ്റുന്നത് ഈശോയുടെ രക്തത്തെ ഡിനോട്ട് ചെയ്യുന്നതാണ്, മനസ്സിലാക്കി തരാനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ രക്തം
ഇന്ന് നമുക്ക് തിരുരക്തത്തിൻ്റെ ആ സംരക്ഷണം നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഈശോയെ അവിടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണം, എന്നെ വിശുദ്ധീകരിക്കണമേ. ആ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു എന്ന് പറയുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ വലിയൊരു ആവരണം നമ്മളെ പൊതിഞ്ഞു പിടിക്കാനിടയായി. ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചേ, ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങളുടെ വസ്തുവകകളെ, നിങ്ങളുടെ വാഹനത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളെ തന്നെ, ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് ഈ നിമിഷം മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ആ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ രക്തത്തിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്കും നിറയപ്പെടുന്നു. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുമ്പോൾ ദുഷ്ടാരൂപിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ചാമ്പലാക്കും. നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നിയുടെ അഭിഷേകം നമ്മൾ നിറയപ്പെടും. ആ അഗ്നിയുടെ അഭിഷേകം ദുഷ്ടാരൂപി കെട്ടിയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ചാമ്പലാക്കും. എല്ലാ ദുഷ്ടാരൂപിയുടെ പദ്ധതികളും ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ തകർന്നടിയുന്നു. ഹല്ലേലൂയ. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദുഷ്ടാരൂപികൾ. നമ്മുടെ ജീവിതത്തിൽ പിശാചിട്ടിരിക്കുന്ന പ്രവർത്തികളെ ദഹിപ്പിച്ച് കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിമിഷം കടന്നു വരുന്നു. ഈശോയെ അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്ന രക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങളുടെ ചുറ്റും വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗം ഈ നിമിഷം നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധനാധനം തുറന്ന് പറഞ്ഞ എൻ്റെ യേശുവേ, അവിടുന്ന് ഞങ്ങൾക്കായി ക്രൂശിൽ സകലതും നിവർത്തിച്ചു പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ യുവർ ഫിനിഷ്ഡ് വർക്ക്. ഐ ബിലീവ് ഇൻ യുവർ ഫിനിഷ്ഡ് വർക്ക് ലോർഡ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഏറ്റവും അവൻ്റെ രക്ഷാസങ്കേതം അത് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ്. യേശുവേ എന്ന് ചിലപ്പോൾ നിങ്ങൾ വലിയ അസ്വസ്ഥതയോടെ കടന്നു പോകുന്ന സമയത്ത് യേശുവേ എന്ന് വിളിക്കണം. ചില സമയത്ത് ഈശോയേ അങ്ങയുടെ തിരുരക്തത്തെ ഞാൻ മുറുകെ പിടിക്കണം, തിരുരക്തം കൊണ്ട് എന്നെ പൊതിയണമേ, അങ്ങ് ക്രൂശിൽ എനിക്കായി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്ലൈ ദാറ്റ് ബ്ലഡ്, പ്ലീഡ് ദാറ്റ് ബ്ലഡ് and you will receive his grace, his unmerited favor. നമുക്കൊരു യോഗ്യത ഉണ്ടായിട്ടല്ല ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നു മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ദൈവം ഇത്രയും വലിയ സഹനം ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഹി ലവ്സ് us. ബൈബിൾ നൽകുന്ന ഉത്തരം, വചനം നൽകുന്ന ഉത്തരം അതാണ്. യോഹന്നാൻ 3:16 ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. തൻ്റെ ഏകജാതനെ നമുക്കായി നൽകി. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, നിത്യമായ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി നൽകി. നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. നിങ്ങളെന്ന വ്യക്തിത്വത്തിൻ്റെ തുടക്കം ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ച സമയമല്ല. നിങ്ങളെന്ന വ്യക്തി തുടങ്ങിയത് അനാദിയിലെ നിങ്ങളുടെ ആത്മാവുണ്ട്. നിങ്ങൾ ഈ ഭൂമി ജനിച്ച സമയത്ത് നിങ്ങൾ ഔട്ട് ഓഫ് നോവർ പെട്ടെന്ന് വന്ന് കുറച്ച് നാൾ ഈ ഭൂമി നിന്നിട്ട് ഈ ഒരു 20th century 21st centuryയിലോട്ട് ഈ ഒരു ടൈം പീരീഡ് എത്രയാണ് നിങ്ങൾ ജനിച്ച വർഷം 1950s or 60s ഏത് വർഷമാണ്. നിങ്ങൾ ആ സമയത്ത് വന്ന് ഇനി കുറച്ച് നാൾ ഈ ഐഡൻറ്റിറ്റി വിട്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അത് ഇറ്റേണലാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഒരു തലം, ആത്മാവിൻ്റെ ആ ഒരു സ്പിരിച്വൽ റലത്തിനകത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഒരു മേഖല ബ്ലോക്ക്ഡായി. ഇത് ഇങ്ങനെ പറഞ്ഞാലേക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഒരു മരിച്ച് കിടക്കുന്ന, ഓപ്പൺ ആകാതെ കിടക്കുന്ന ഒരു മേഖല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മുറി അടഞ്ഞു കിടക്കണം, വലിയൊരു മുറി. ആ മുറി ഇങ്ങനെ കുറ്റിയിട്ടേക്കുവാണ്, പൂട്ടിട്ടേക്ക്, അത് തുറന്നിട്ടില്ല. നിങ്ങൾക്ക് ആ മുറി ഉള്ളത് പോലും നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അങ്ങനെ ഒരു മുറി, വലിയൊരു മുറി, ആ മുറി ഉള്ളത് പോലും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ മറന്നുപോയി. ഇതേ അവസ്ഥയായിരുന്നു മനുഷ്യനൊരു ആത്മാവിൻ്റെ തലമുണ്ട്, മരിച്ചു കിടക്കുന്ന അവസ്ഥ.
ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് ആ സ്പിരിച്വൽ റലം തുറന്ന് യഥാർത്ഥ ഫ്രീഡത്തിലേക്കും മനുഷ്യൻ്റെ യഥാർത്ഥ പർപ്പസിലേക്കും ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നതിനുമാണ് യേശുക്രിസ്തു ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അപ്പം വചനം യോഹന്നാൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അപ്പം ഈ ഒരു സ്പിരിച്വലം തുറന്നു കഴിയുമ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ മിസ്റ്ററീസ് ഒക്കെ മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കുന്നത്. അപ്പം ദൈവം ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. ദൈവം നമ്മുടെ പാപത്തെ ക്രൂഷ്യൽ ജഡ്ജ് ചെയ്തു. ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ നീതിയായിത്തീരുന്നു. അപ്പോൾ നമ്മളത് വിശ്വസിക്കണം. നമ്മൾ നമ്മുടെ സാഹചര്യത്തിലെ നോക്കിയിട്ട് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ ആരാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നോ മാറ്റർ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ഈശോ വില കൊടുത്ത് വാങ്ങിയ വ്യക്തിയാണ്. യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ യു ഹാവ് ഹോപ്പ്. ഇന്ന് കടന്നു പോകുന്ന സഹനത്തെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്ത ആ ഒരു മേഖലയെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വലിയ അഭിഷേകം നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വരാനിടയായിത്തീരും. നമ്മളൊരു ഒരു വചനപ്രഘോഷകൻ, അദ്ദേഹം രോഗിയായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പം ഈ വ്യക്തിയുടെ ശുശ്രൂഷയിലൂടെ കുറേ ഹീലിങ്സും മിറക്കിൾസും ഒക്കെ നടന്ന സമയമാണ്. നടന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരോട് വചനം പ്രഘോഷിക്കുകയും ആഫ്രിക്കയിലൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വചനപ്രഘോഷകനായ വ്യക്തി. അപ്പം ആ വ്യക്തി ഒരു അസുഖം വന്ന് രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കളിയാക്കി, എന്തുകൊണ്ട് ദൈവം ഇത്രയും ശക്തമായി ഉപയോഗിച്ച ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു രോഗാവസ്ഥ അനുവദിച്ചു. അപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യുവാണ്, ഈ മനുഷ്യനെ കളിയാക്കുവാണ്. കാരണം ഈ വ്യക്തിയുടെ ശുശ്രൂഷയുടെ അനേക പേർക്ക് രോഗസൗഖ്യങ്ങളും വിടുതലും കിട്ടി. പക്ഷെ എന്തുകൊണ്ട് ദൈവം ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അനുവദിച്ചു? അപ്പോൾ ഇത് കേൾക്കുമ്പം സ്വാഭാവികമായിട്ട് മാനുഷിക തലത്തിൽ ഒരു ശുശ്രൂഷകനാണെങ്കിൽ പോലും തളർന്നു. പക്ഷെ ആ മനുഷ്യൻ തളർന്നില്ല. അദ്ദേഹം ഹോസ്പിറ്റൽ ബെഡിൽ കടന്നുകൊണ്ട് കർത്താവിൻ്റെ ഈ വചനം 1 പത്രോസ് 4:12 അപ്പസ്തോലൻ പഠിപ്പിച്ച ഈ വചനം എടുത്തു വായിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ട വചനം നമുക്കൊന്നും കൂടെ വായിക്കാം. വചനം വലിയ അഭിഷേകം എന്നറിയപ്പെടുന്നു. യേശുവെ ആരാധന, ഈശോയെ മഹത്വം എന്ന വചനം 1 പത്രോസ് 4:12 ഇന്നലെ ഇന്നും നമ്മൾ നിരവധി തവണ ഡിസ്കസ് ചെയ്ത വാക്യമാണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ആ മനുഷ്യൻ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. പുള്ളി ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തു, വീഡിയോ ബ്ലോഗിങ് ഒക്കെ. ഞാനിപ്പോഴും ഓർക്കാം, ആ മനുഷ്യൻ്റെ കോവിഡിൻ്റെ സമയത്ത്, ആ സമയത്ത് കോവിഡ് ഹിറ്റായി, കോവിഡിൻ്റെ സമയമാണ്, കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ബ്ലോഗിങ്ങിലൂടെ ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി തുടങ്ങി. അതുവരെ ആ മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് ദൈവം ഒരു അത്ഭുതത്തിന് കാരണമാക്കി തീർത്തു. അനേകർ ആ ശുശ്രൂഷയിലൂടെ വിടുതലും അനുഗ്രഹവും പ്രാപിക്കാനിടയായി തീർന്നു. സോ എന്ത് മെസ്സാണോ, എന്ത് പ്രശ്നമാണോ, എന്ത് സഹനമാണോ വരുന്നത്, ആ സഹനത്തിനകത്ത് അത് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുകയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ആഹ്ലാദിക്കുവാനും പ്രാർത്ഥിക്കുവാനും, അതിന് ശാപമാണ്, ബന്ധനമാണ്, കെട്ടാന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തി വചനം വായിച്ച് വചനത്തോട് ചേർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞപ്പോൾ ആ എൻ്റെ പിക്ചർ മാറും. വേറൊരു ഒരു പുതിയ വാതിൽ ദൈവം തുറക്കുവാണ്. ഒരു ഡെലിവറൻസ് അവിടെ, ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. ഭാഗ്യവശാൽ അധികം പേര് പഠിപ്പിക്കുന്നില്ല. അതൊരു കർത്താവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു വിഷമമാണ്. കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരും. നിങ്ങൾ ലിറ്ററലി നിങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടും. നിങ്ങൾ ഫ്രീ ആയി, നിങ്ങൾ അടിമയല്ല, നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. അപ്പം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഐഡന്റിറ്റിയെ മുറുകെ പിടിച്ച്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, രാജകീയ പുരോഹിതനാണ്, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിന്ന് സമൃദ്ധമായി പങ്കുചേരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കളിയാക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യത്തിനകത്ത് ഉത്തരം കിട്ടുന്നില്ലായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ പീഡാസങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകളെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊള്ളുക.
ഇത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് തോമാസ് ശ്രീകായും പത്രോസ് ശ്രീകായും പൗലോസ് ശ്രീകായുടെയും ഒക്കെ രക്തസാക്ഷിത്വം അവരുടെ ജീവിതവും ഒക്കെ നമുക്ക് യഥാർത്ഥത്തിൽ നൽകുന്ന മെസ്സേജ് ഓപ്പണപ്പ് ആകുന്നത്. റിയൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നതാണ് നമുക്ക് പിടികിട്ടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഓർക്കും അയ്യോ പൗലോസ് ശ്രീകായ്ക്ക് എന്നാ ബന്ധന, പത്രോസ് ശ്രീകയ്ക്ക് എന്താ ബന്ധന, തോമാസ് ശ്രീക രക്തസാക്ഷിയല്ലോ ശാപമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയൊക്കെ പിശാച് ചിന്തിപ്പിക്കും ഈ കാലഘട്ടത്തിൽ. സോ ബിവെയർ. അവരൊക്കെ രക്തസാക്ഷിയായത് ഭീരുക്കളായതുകൊണ്ടല്ല, അവരുടെ കൈകളിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എത്ര വലുതായിരുന്നു. അവരാഗ്രഹിച്ച് പോയി രക്തസാക്ഷിത്വം വരിക്കുമായിരുന്നു. കാരണം അവർക്ക് അത്രമാത്രം വലിയ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി. ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ അവർ സൈന്യാനെയൊക്കെ കൊതിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷിയാവാൻ. ആ തലം തുറന്നു കിട്ടാതെ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇന്ന് ദൈവത്തിനറിയാം നമ്മളെ വ്യക്തമായിട്ട് നമുക്ക് എത്രമാത്രം പറ്റുമെന്നും എന്തൊക്കെ പറ്റുമെന്നും പറ്റായികൊണ്ടെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കടന്നു പോകുന്ന ഓരോ അവസ്ഥകളും. അതിനെ നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ, പീഡാസഹനത്തിൽ നിങ്ങൾ പങ്കുചേരുകയാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളൊന്ന് ആഹ്ലാദിച്ചേ, ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. യെസ്, I don't know how many of you have heard this message before, but if you are starting to praise God today, ഇന്ന് മുതൽ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുന്നെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവം അട്ടിമുടി മാറ്റും. ഗ്രേറ്റ് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ടല്ലോ, കർത്താവിൻ്റെ മഹത്വം. ആ ദേവദാസൻ ഹോസ്പിറ്റൽ ബെഡിലിരുന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം പറഞ്ഞു. ആ ഹോസ്പിറ്റലിലുള്ള അനേകരെ സൗഖ്യമാകാൻ വേണ്ടി തുടങ്ങി. നിന്നിലൂടെ നിന്റെ ചുറ്റുമുള്ള അനേകർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി തുടങ്ങി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് യേശുവിൻ്റെ അഭിഷേകമാണത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ്റെ അഭിഷേകമാണ്. ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചവൻ്റെ അഭിഷേകമാണ്. പ്രപഞ്ചത്തിൻ്റെ സകല കോണുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. സോ പുതിയ നിയമം നൽകുന്ന മെസ്സേജ് ഇറ്റ്സ് ഫുൾ പോസിറ്റിവിറ്റിയാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അപൂർണമായിരുന്നു. പ്രവാചകന്മാർക്ക് ഭാഗമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പൗലോസ് മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഫുൾനെസ്സായ ക്രിസ്തു, ആ ഫുൾനെസ്സായ ക്രിസ്തു, പോസിറ്റീവ് എനർജിയുടെ ഫുൾനെസ്സായ ഹോളി സ്പിരിറ്റ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. അപ്പം ഇത് ഇന്ന് ഈ കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. 1980s-ലും 90s-ലൊക്കെ നമുക്ക് പ്രായം ചെന്ന കുറേ വൈദികരും അഭിഷിക്തരൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വീഡിയോസും നമുക്ക് യൂട്യൂബൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ദിസ് വാസ് ദെയർ മെസ്സേജ്. പക്ഷേ 2000-ന് ശേഷം നമുക്ക് ഒരുപാട് ഫെസിലിറ്റികളും എല്ലാം വന്നു. പക്ഷെ നമുക്ക് മെസ്സേജ്, ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ മെസ്സേജ് പോയാൽ ഉണ്ടല്ലോ, പിന്നെ പോയി. ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല എന്നാ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് ഈ ഒരു വിഷൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വന്നു. ഈശോയുടെ വിഷൻ. ഹീ ലവ്സ് യു നോ മാറ്റർ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ജീസസ് ഹാസ് എ പ്ലാൻ ഫോർ യു. ഫാദർ, ഐ പ്രേ. ഈശോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെ അവർ അങ്ങ് ചേർത്ത് നിർത്തുന്നതിന് നന്ദി പറയുന്നു. ഈശോ ഇങ്ങനെ അടുത്ത് വന്ന് ചേർത്ത് നിർത്തുക. ഒരമ്മ ഇങ്ങനെ വയ്യാത്ത കുഞ്ഞിനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ തൊട്ട് പുറകിൽ ഈശോ വന്ന് നിന്ന് ഈശോ ഇങ്ങനെ ചേർത്ത് നിർത്തി നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ്. അനേക കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം ഈ നിമിഷം പെയ്തിറങ്ങുന്നു. ശാപമാണ്, ബന്ധനമാണ്, കേഴ്സാണ്, ചില ശക്തികൾ പീഡിപ്പിക്കുന്നു എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികൾ, എൻ്റെ സഹോദര സഹോദരി, നിങ്ങളുടെ വീട്ടിലോട്ട് ഇന്ന് കടന്നു വരുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഈ ഭൂമിയിൽ ഒരു വ്യക്തി തിരിഞ്ഞു നോക്കാതെ, ഒരു പ്രാർത്ഥനക്കാരനോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആളോ പ്രാർത്ഥനകൾ നടത്തുന്ന ആളോ എന്താ പറയുക കർമ്മക്രിയകൾ നടത്തുന്നവരോ തിരിഞ്ഞു നോക്കാതെ ബന്ധനത്തിൽ കിടക്കുന്ന തകർന്ന് തരിപ്പണമായവരെ ഏറ്റെടുക്കുന്നവനാണ് യേശു. യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. കാനായിൽ, ഗലീലിയയിലെ കാനായിൽ. ജൂതന്മാർ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലം, ബന്ധനം നിറഞ്ഞ സ്ഥലമെന്ന് അവർ പറയുന്നൊരു സ്ഥലം. പൈശാചിക ബാധയുണ്ടെന്ന് അവർ എഴുതി തള്ളി, അവിടെ നിന്ന് ഒരു നന്മയും വരത്തില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അവർ ഡിക്ലെയർ ചെയ്തൊരു സ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട കുടുംബം, സാധാരണ കുടുംബം. അവരൊരു കല്യാണത്തിൻ്റെ സമയത്ത് ഒരു കാർപ്പൻ്റർ, ജോസഫും ഈശോയും, യോസഫ് പിതാവും ഈശോയും ഒരു ആശാരിമാരായിരുന്നു അല്ലേ. ആ കാർപ്പൻ്റർ കുടുംബത്തെ അവർ ക്ഷണിച്ചു. ഹല്ലേലൂയ. മാതാവിനെ ക്ഷണിച്ചു. മാതാവ് ഈശോ ആ കല്യാണത്തിൽ പങ്കെടുത്തതായിട്ട് നമുക്ക്
വചനത്തിൽ കാണുന്നുണ്ട്. ആ കല്യാണത്തിൽ വെച്ച് അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഒന്നാമത് ആ നാട്ടിൽ മുഴുവൻ അതും ഇതും ആൾക്കാർ പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു കല്യാണം നടക്കുമ്പോൾ അതിലെ പ്രമുഖമായ ആ വിഭവം തീർന്നു പോയി കഴിഞ്ഞാൽ എന്തോ ഒരു നാണക്കേടാണ്. എല്ലാവരും പറയും ആ കൊച്ചിനെന്തോ ബന്ധനമാണ്, ആ കൊച്ചിനെന്തോ ശാപമാണ്, അത് അവളുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിനെന്തോ പ്രശ്നമാണ്, അതും ഇതുമെല്ലാം പറയും. ഹല്ലേലൂയ. പക്ഷെ ആ സ്ഥലത്ത് ദ പ്രസൻസ് ഓഫ് ജീസസ്, അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മ ഈശോയോട് പറയുകയാണ്, ദിസ് ഈസ് യുവർ ടൈം. കാരണം അമ്മയ്ക്കറിയാം ഈ പ്രവചനത്തെക്കുറിച്ച്. മാതാവിനറിയായിരുന്നു ഈ പ്രവചനത്തെക്കുറിച്ച്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്, ഗലീലിയ എന്ന ദേശം ഒരു വെളിച്ചത്തെ കാണും. I believe that Holy Spirit reminded Mother Mary at that time, this is the time. ബന്ധനം, തടസ്സം, ശാപം, രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരാളവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള കേസ് മുഴുവൻ പൊട്ടിച്ച് ലോകം തീർന്നു, അവസാനിച്ചു, ഇനി ആ കുടുംബത്തിന് രക്ഷയില്ല, ശാപമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയതിനെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനെ കോമയാക്കുന്ന ദ റിയൽ ഡീൽ കിങ് ഓഫ് കിങ്സ് ആളവിടെ ഉണ്ട്. ആണ് മാതാവ് പറഞ്ഞത്, അവൻ പറയുന്ന പോലെ പോയി ചെയ്യേ. എനിക്കറിയാം ദിസ് ഈസ് ഹിസ് മിഷൻ. ഇതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ മിഷൻ. അതിനായിട്ടാണ് യേശു വന്നത്. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, അതിലൊരു പർട്ടിക്കുലർ ഡിനോമിനേഷന് വേണ്ടിയല്ല ഇതിവിടെ പറയുന്നത്. സീറോ മലബാറിന് വേണ്ടിയോ മലങ്കരയ്ക്കോ ലത്തീനോ യാക്കോബായ മാർത്തോമ ഓർത്തഡോക്സ് ഒന്നുമല്ല. ഐ എം ടോക്കിംഗ് ടു എ ഹ്യൂമൻ ബീയിങ്. നിങ്ങളൊരു മനുഷ്യനായിട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യൻ്റെ, പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ അവസ്ഥകളിലേക്ക്, അവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന പച്ചയായ മനുഷ്യനായി തീർന്ന ദൈവം, ആ ദൈവം നിൻ്റെ അവസ്ഥകൾക്കുള്ളിലേക്ക് കടന്നു വരിക. ക്രൈസ്റ്റ് ഈസ് നോട്ട് ദ ഗോഡ് ഓഫ് ക്രിസ്ത്യൻസ്. ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷൻ്റെ അവരുടെ ദൈവമായിട്ട് നിങ്ങൾ കാണരുത്. ക്രിസ്തുവിൻ്റെ ഒരു പിക്ചറിലേക്കൊക്കെ നോക്കുമ്പോൾ ഓർത്തോളും, നമ്മൾ കടന്നു പോകുന്ന സഹനവുമായിട്ട് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയാണവൻ, ഈശോ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചോ, ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിറയപ്പെടുന്നു. ഹീ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ പോസിറ്റീവ് എനർജി. എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന വ്യക്തിയാണ്, ദൈവീ ഭക്തയോ ഭക്തനോ, എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു. ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്, ക്രൈസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദ പോസിറ്റീവ് എനർജി ഇൻ ദ പ്ലാനറ്റ്. നിങ്ങളെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ജനിക്കാത്ത ഒരു വ്യക്തി, നിങ്ങളെ അറിയാം കർത്താവിന്. നിങ്ങൾ ക്രിസ്ത്യൻ ഫാമിലിയാണോ അക്രൈസ്തവ കുടുംബത്തിലാണോ, നിങ്ങളെയൊന്നും കർത്താവ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എത്രമാത്രം കർത്താവ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. ഇന്ന് ആ സ്നേഹത്തിൽ നിങ്ങൾ വിശ്രമിക്കുക. ഈശോ നൽകുന്ന ഈ സ്നേഹത്തിൽ വിശ്രമിക്കുക. ലോകവും മനുഷ്യരും ആ വ്യക്തിയും ഈ വ്യക്തിയും മന്ത്രവാദിയും അസ്ട്രോളജറും പറഞ്ഞു വെച്ചേക്കുന്ന കാര്യത്തിലല്ല, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളൊന്ന് വിശ്രമിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതെന്നാൽ നമ്മൾ വചനത്തിൽ കാണും. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നിങ്ങൾ ശാന്തമായിരിക്കും, ഞാൻ ദൈവമാണെന്ന് അറിയുക. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഉറക്കത്തിൽ നന്മകൾ നൽകുന്നു ഉറങ്ങുമ്പോൾ. സോ വെൻ യു ഗോ ടു സ്ലീപ് ടുനൈറ്റ്, ഇന്ന് ഉറങ്ങുമ്പോൾ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങളിന്ന് ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈശോയെ ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം നൽകി ഓരോ കുടുംബത്തിലും അവിടുത്തെ സമാധാനം നൽകി അവിടുന്ന് അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്റ്റിനെ പലപ്പോഴും നമ്മൾ റിലീജിയൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർക്ക് ഈശോയുടെ ആ ഒരു സ്നേഹത്തെയും ആഴങ്ങളെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം വളർത്തിയത് ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലിലൂടെയാണ്. ദേവീ ഭക്തരായിട്ടുള്ള രാജാക്കന്മാരും കുടുംബങ്ങളും അവർക്ക് വിഷ്യൻസ് ലഭിക്കുകയും കന്യകാജാതനെ ആരാധിക്കുവാൻ വേണ്ടി, കന്യകാജാതനായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ സ്ഥലം കൊടുക്കണം, പ്ലേസ് കൊടുക്കണം, അവർക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ വിഷ്യൻസ് കിട്ടി. അങ്ങനെ കേരളത്തിൽ
കേരളത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇടപെട്ടാണ് ഈ ഒരു ഓപ്പണിംഗ് കൊടുത്തത്. ഇതൊരു ഇൻവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇൻവേഷൻ അല്ലത്. ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തോടെ സ്വീകരിച്ചതാണ് കന്യകാജാതന. അതെന്നും അങ്ങനെയായിരിക്കും. അതിപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വലിയ അഹങ്കാരത്തോടെയും ഗർവിലൂടെയും അവരെന്തോ ചെയ്തിട്ടാണ് ഇത്രയൊക്കെ ആയെന്നൊക്കെ ഒന്നും അല്ലെന്ന് ദൈവം തന്നെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിൻ്റെ വലിയ കരുണയാണ് യേശുക്രിസ്തു. ആ കരുണ കേരളത്തിലുള്ള സകല മനുഷ്യർ ആ കരുണയാണ് സ്വീകരിച്ചത്, മതത്തെ എല്ലാവരും. അതുകൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കഴിഞ്ഞ തലമുറയിൽ കന്യകാജാതനെ ആരാധിക്കുന്നവൻ ദൈവം വേർതിരിച്ച ദൈവത്തിൻ്റെ ശരീരം, ദൈവത്തിൻ്റെ സഭയാണ്, അതല്ലേ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ് പുതിയ നിയമസഭ. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. വിശ്വാസത്തിൻ്റെ കേന്ദ്രം അപ്പസ്തലന്മാർ പഠിപ്പിച്ച വചനങ്ങളാണ്. ആ വചനം വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ആ നൽകുന്ന വെളിച്ചമാണ് കേരളത്തെ, നമ്മുടെ ഭാരതത്തെ, ഇന്ത്യയൊക്കെ അനുഗ്രഹിച്ചത്. ആ വെളിച്ചത്തിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ 3 ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് തുടക്കത്തിൽ പങ്കുവെച്ചത്. എന്താണ് ആ വെളിച്ചം? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ഭിന്നശേഷിയുള്ള കുഞ്ഞാകട്ടെ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞാകട്ടെ, ആ പേരൻസ് ദൈവം സ്നേഹിക്കുന്ന കുഞ്ഞാണ്. ദൈവം സ്നേഹിക്കുന്ന അപ്പനും അമ്മയാണ്. പക്ഷെ എന്തിനിത് അനുവദിച്ചു? അതിനുള്ള ഉത്തരം വചനത്തിൽ നിന്ന്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരുകയാണ്. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി സ്വർഗം നിങ്ങൾക്കൊരു മിഷൻ തന്നേക്കുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്യും. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്ന അനേക വ്യക്തികളെ ദൈവം കരങ്ങളിലെടുത്ത് അത്ഭുതകരമായി ഉപയോഗിച്ചു. ഇപ്പോൾ വിശ്വാസം, ഇത് പോസിറ്റീവായിട്ട് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡൈമെൻഷൻ മാറും. എങ്ങനെയെങ്കിലും ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വസ്തുവകൾ മേടിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഭൂമിയിൽ നിങ്ങളൊരു മിഷനായിട്ട് വന്നിരിക്കുന്നു. ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്യുന്ന ഒരു ജയത്രയാത്ര നിങ്ങളിൽ സംഭവിക്കുകയാണ്, നിങ്ങളിലൂടെ തുടങ്ങുകയാണ്. നിങ്ങളൊരു ഹിസ്റ്ററി മേക്കറായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഹിസ്റ്ററി മേക്കറായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളെ മാറ്റുകയാണ്. അപ്പം അസാധ്യങ്ങളുടെ മുകളിലൂടെ നിങ്ങളെ നടത്തി ആത്മാവിൻ്റെ അഭിഷേകം നൽകി. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യർ നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരിക്കും. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം നടക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് ദൈവത്തോട് ചേർന്നിരുന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ. അതൊക്കെ ചോദിക്കുമ്പോഴും നിങ്ങൾക്കുള്ളിൽ ആ വിശ്വാസം പോകാതെ നിങ്ങളെ പിടിച്ചു നിർത്തും ഈ ആത്മാവിൻ്റെ ശക്തി. കാരണം യു നോ ദാറ്റ് യു ആർ ഇൻ ദിസ് വേൾഡ് ഫോർ എ മിഷൻ. അപ്പോൾ ഈ സഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ സഹനങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പീഡാസഹനത്തിലൂടെ കടന്നുപോയി, അല്ലേ? ആ പീഡാസഹനത്തിൽ നിങ്ങൾ പങ്കുചേരുക. ഒരു പേരിങ്ങനെ ഈശോ, ലളിത എന്ന് ലതിക, ഒരു പേര്, എല്ല് കൂട്ടിയൊരു പേരാണ്. എനിക്ക് ലതിക ലളിത എന്നൊരു പേര് ഉള്ളിൽ വരുന്നുണ്ട്. യു മൈറ്റ് ബി ബോൺ ഇൻ എ നോൺ ക്രിസ്ത്യൻ ഫാമിലി, പക്ഷേ നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങൾ ക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്, നിങ്ങളുടെ ഓരോ സഹനത്തിൻ്റെ വേളയിൽ. അപ്പം ഇന്ന് അത്യധികമായി ആഹ്ലാദിക്കുക, പരിഭ്രമിക്കരുത്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ദൈവം നിങ്ങളെ ശക്തമായ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും, അതിശക്തമായി ഉപയോഗിക്കും. ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട സാധാരണ വ്യക്തികളെ ഉപയോഗിച്ച് ദൈവം വലിയ രോഗസൗഖ്യ ശുശ്രൂഷകൾ, അത്ഭുതകരമായ ഡെലിവറൻസ് ശുശ്രൂഷകളൊക്കെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പഠിച്ച് PhD എടുത്തവർ നോക്കിയിരിക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പൗലോസ്ലീഹയെ പോലെ ഗമാലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂൾ വലിയ അറിവുകളും പരിജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ സ്ഥലത്ത് കോളേജിലൊക്കെ പോയി തിയോളജി പഠിച്ച ആളാണ്. പക്ഷെ അതൊന്നും ക്രിസ്തു എന്ന റവലേഷനിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തില്ല. പഠനങ്ങളൊന്നും ചിലപ്പം റവലേഷൻ ക്രിസ്തു എന്ന റവലേഷനാണ്, വെളിപ്പാടാണ്, ഇതൊരു അനുഭവമാണ്, ഇതൊരു റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് വന്ന വ്യക്തിക്കാണ് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. ആ ബന്ധത്തിലേക്ക് വന്ന വ്യക്തിയെ ദൈവം കരങ്ങളിലെടുത്ത് അതിശക്തം ഉപയോഗിക്കും. അങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവം ഒന്ന് റിലീസ് ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ നാളുകളായിട്ട് ഈ വചനപ്രഘോഷണം കേൾക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങിക്കോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും. ഫാദർ, ഐ പ്രേ ഫോർ സ്പെസിഫിക് ഫ്യൂ ഓഫ് ദോസ് പീപ്പിൾ. നിങ്ങൾ നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചോ. ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ വെളിച്ചം ചില ഭവനങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില തകർന്ന കുടുംബങ്ങളിലേക്ക്, ചില വ്യക്തികൾ, ചില ദേശങ്ങളിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ്
നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടുന്നത് കേട്ടോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പം ഇന്ന് വിശ്വസിക്കുക, നോ മാറ്റർ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ഈശോയിലൂടെ ഞാൻ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. നീതീകരിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ എല്ലാ ഫേവറുകളും വെളിപ്പെടുത്തും. നിങ്ങൾ നമ്മുടെ എല്ലാ കാര്യത്തിനകത്ത് ആ ഫേവർ വന്നിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ പുസ്തകം, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, ക്രിസ്തുവിന്റെ പീഡകൾ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. പങ്കുകാരാകുന്ന ആരാ? നീതീകരിക്കപ്പെട്ടവരാ. നീതീകരിക്കപ്പെട്ടവർ പങ്കുകാരാകുമ്പോൾ ആഹ്ലാദിക്കണം. കാരണം കർത്താവിൻ്റെ അഭിഷേകം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പം നീതീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ആഹ്ലാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ അതിശക്തമായി നിറയപ്പെടുകയാണ്. കർത്താവിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി സഹനങ്ങളിൽ, പീഡകളിൽ പങ്കുകാരാകുന്നതിൽ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നു. ഇപ്പോഴാ മഹത്വം വ്യാപരിക്കുന്നു നമ്മുടെ നടുവിലൂടെ. ഇപ്പോഴാ മഹത്വം നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്നു. ആ മഹത്വം വെളിപ്പെടുന്നു. ചെങ്കടലിനെ പിളർത്തിയ മഹത്വം വെളിപ്പെടുന്നു. ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ ശരീരത്തെ ഉയർപ്പിച്ച മഹത്വം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. തബീഥായെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആ അഭിഷേകം വെളിപ്പെടുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സകല നന്മകളെയും തിരികെ നൽകുന്ന അഭിഷേകം വെളിപ്പെടുന്നു. വിധവയായ സ്ത്രീയുടെ മകനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിച്ച ആ അഭിഷേകം ഈ നിമിഷം വെളിപ്പെടുന്നു. Yes, that anointing is moving here in this place. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ അഭിഷേകം നമ്മുടെ നടുവിൽ ഇതായി ഇറങ്ങി നിൽക്കുന്നു. വിശ്വാസത്തോടെ ഈ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. I command and I loose, Lord, let your fire come down, let your healing presence move and set all of us from all the bondages through your finished work on that cross. അങ്ങ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ വലിയ പ്രവൃത്തിയുടെ ശക്തി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, ഞങ്ങൾ ഒച്ചയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒച്ച കുറച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയാണ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വാട്ട് യു ഡിഡ് ഓൺ ദാറ്റ് ക്രോസ്. കർത്താവെ, അവിടുന്ന് കാൽവരി മല മുകളിൽ ചെയ്ത് കഴിഞ്ഞ പരിഹാര ബലിയുടെ അനന്ത യോഗ്യതയാണ്. ഹല്ലേലൂയ. എഫെസസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരായ ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ആ കൃപയുടെ സമൃദ്ധി ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തെ ഇന്ന് സ്വർഗം വർഷിച്ചതിനായി നന്ദി പറയുന്നു. We give you glory, praise and honor. In Jesus' mighty name we pray. Amen. സ്വർഗം മുഴുവൻ ഇറങ്ങി വന്ന് നിന്നു കേട്ടോ. മാലാഖമാരും വിശുദ്ധ വലിയൊരു സൈന്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കേട്ട ഈ മെസ്സേജ് ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. ഞാനിത് നാളെ വേറെ വീഡിയോ ആയിട്ട് എടുക്കാനായിരുന്നു എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ഇന്ന് ഭയങ്കരമായൊരു കമ്പൽഷൻ ഉള്ളിൽ വന്നു. ചിലപ്പോൾ 1-2 വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു മെസ്സേജ് എടുത്തത്. ഇറ്റ് ഈസ് ഫോർ യു. ഒരു കാര്യം ഓർക്കുക, ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും ജീസസ് സീസ് യു. നിങ്ങളെ കാണുന്നുണ്ട് കർത്താവിന് അത്രമാത്രം നിങ്ങളോട് സ്നേഹമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മെസ്സേജുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിതിനെ റിസീവ് ചെയ്യുക. ബാക്കി ആരൊക്കെ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് ഈശോ പറഞ്ഞ കാര്യം, അപ്പസ്തലന്മാർ പറഞ്ഞ കാര്യം നിങ്ങൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു. യു ആർ ഫേവേർഡ്. യു ആർ ഹൈലി ഫേവേർഡ്. പറഞ്ഞേ, ഐ ആം ഹൈലി ഫേവേർഡ്. ദൈവം ഒത്തിരി ഫേവർ തന്ന വ്യക്തിയാണ്. ഗോഡ് ബ്ലെസ് യു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പ്രേ ഫോർ, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ ദൈവത്തിൻ്റെ ആ ഫേവറിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ ഐ പ്രേ ഫോർ യു ആൻഡ് യു പ്രേ ഫോർ മീ. ലെറ്റ്സ് പ്രേ ഫോർ ഈച്ച് അതർ. നമ്മൾ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ആരാ ഉള്ളത്? ഈശോയുണ്ട്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ